കാസർഗോഡ് MDMA കേസിൽ ഇതാ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുന്നു. കാസർഗോഡ് അമ്പലത്തറ സ്വദേശി മുഹമ്മദ് സാബിറാണ് പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 5 ആയി. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെട്ട ലഹരിക്കടത്ത് സംഘത്തിലെ മുഖ്യ കണ്ണിയാണ് സാബിർ എന്നാണ് പോലീസിന്റെ നിഗമനം. ഡൽഹി, ബംഗളൂരു തുടങ്ങിയ നഗരങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന അന്തർ സംസ്ഥാന മയക്കുമരുന്ന് കടത്ത് സംഘവുമായി സാബിറിന് ബന്ധമുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് വിൽപ്പന നടത്താൻ ലഹരി എത്തിക്കുന്നത് സാബിറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണെന്നാണ് വിവരം. അപ്പോൾ ഈ വാർത്തയുടെ സമഗ്ര വിവരങ്ങൾ നമുക്കറിയാം. സിജു കണ്ണൻ തയ്യാറായിട്ടുണ്ട്. സിജു കണ്ണനിലേക്ക് പോകാം. സിജു, ഗുഡ് മോർണിംഗ്. ഓരോ ദിവസം മുന്നോട്ട് പോകുന്തോറും ഈ ഒരു കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇപ്പോൾ ഇതാ മറ്റൊരു പ്രതിയെ കൂടി അറസ്റ്റിലായിരിക്കുന്നു. ഈ പ്രതിയാണ് ഈ മയക്കുമരുന്ന് സംഘവും ഈ MDMA ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുള്ള ഒരു ഇടനില നിൽക്കുന്നത് എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. എന്തൊക്കെയാണ് അന്വേഷണം പുരോഗമിക്കുമ്പോൾ ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? സിന്ദൂരി, കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട VD സതീശനുമായി അടുപ്പമുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെട്ട കാലിക്കടവ് MDMA കേസിലാണ് മറ്റൊരാൾ കൂടി പിടിയിലായിരിക്കുന്നത്. കേസിൽ 5ാം പ്രതിയാണ് പിടിയിലായിരിക്കുന്നത്. ഈ 5ാം പ്രതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഏതാണ്ട് ഒരാഴ്ച മുമ്പ് തന്നെ കൈരളി ന്യൂസ് പുറത്തുവിട്ടിരുന്നു. പ്രധാന കണ്ണി കാസർഗോഡ് സ്വദേശിയായ അമ്പലത്തറ സ്വദേശിയാണെന്ന വിവരം അന്ന് തന്നെ പുറത്തുവിട്ടിരുന്നു. ആ പ്രതിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. കാസർഗോഡ് അമ്പലത്തറ പാറപ്പള്ളി സ്വദേശി മുഹമ്മദ് സാബിറാണ് കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. മുഹമ്മദ് സാബിറിനെ അമ്പലത്തറയിൽ നിന്ന് തന്നെയാണ് പോലീസ് പിടികൂടിയത്. ഡൽഹി, അതോടൊപ്പം തന്നെ ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള വിവിധ നഗരങ്ങളിലെ മയക്കുമരുന്ന് കടത്ത് സംഘവുമായി നേരിട്ട് ബന്ധമുള്ളയാളാണ് മുഹമ്മദ് സാബിർ എന്നാണ് പോലീസ് പറയുന്നത്. മുഹമ്മദ് സാബിർ വഴിയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെട്ട സംഘത്തിന് കേരളത്തിൽ വിൽപ്പന നടത്തുന്നതിന്, മൊത്തക്കച്ചവടം നടത്തുന്നതിന് MDMA എത്തിച്ചത് എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഏറെ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് പോലീസ് മുഹമ്മദ് സാബിറിന്റെ അറസ്റ്റിലേക്ക് എത്തിയത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ കേസിന്റെ അന്വേഷണ പുരോഗതിയുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകളും ഉയർന്നു വന്നിരുന്നു. അതോടൊപ്പം തന്നെ വലിയ വിമർശനം ഉയർന്നു വന്നിരുന്നു. കേസിന്റെ ഗൗരവത്തിനനുസരിച്ച് കാര്യക്ഷമമായ നിലയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല എന്നൊരു വിമർശനമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉയർന്നു വന്നത്. ഏറ്റവും ഒടുവിൽ 11ാം ദിവസമാണ് കേസിൽ ആദ്യം അറസ്റ്റിലായ 4 പ്രതികൾക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകുന്നതും അവരെ കസ്റ്റഡിയിൽ എടുക്കുന്നതും. അതിനിടയിൽ ഇവരെ കൃത്യമായി കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം നടത്തിയില്ലെങ്കിൽ ഇതിന് പിന്നിലുള്ള വലിയ ഒരു ശൃംഖലയെക്കുറിച്ച് വിവരം ലഭിക്കില്ല എന്ന് നേരത്തെ തന്നെ വിമർശനമായിരുന്നു. ഒടുവിൽ കഴിഞ്ഞ ദിവസം ഇവരെ 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഈ പ്രതികളുടെ ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ആദ്യമായി കാസർഗോഡ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ഒരു അറിയിപ്പ് നൽകുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ തേടുമ്പോൾ ഔദ്യോഗികമായി ഒരു അറിയിപ്പ് നൽകാൻ പോലീസ് തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു വാർത്താക്കുറിപ്പ് എന്ന നിലയിൽ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ തന്നെ പോലീസ് സമ്മതിക്കുന്ന ഒരു കാര്യം, ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാട് ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അത്തരം കാര്യങ്ങളിലേക്ക് ഇനി അന്വേഷണം പോകുമെന്നാണ് പറയുന്നത്. 11ാം ദിവസമാണ് പോലീസ് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു അറിയിപ്പ് നൽകുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സിന്ധൂരി ഇതുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതുണ്ട്. ഒന്ന്, ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കേണ്ടതുണ്ട്. ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും ഇവർക്ക് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു വലിയ തുക ലഭിക്കുന്നത്? നേരത്തെ തന്നെ നമ്മൾ പുറത്തുവിട്ട ഒരു വാർത്ത, 53 ലക്ഷം രൂപ ബംഗളൂരുവിലെ നിരവധി പേർക്കായി ഇവർ കൈമാറിയിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു. ഇത്രയും തുക ഇവർക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു, ആരുടെ അക്കൗണ്ടുകളിലേക്കാണ് പണം കൈമാറിയിട്ടുള്ളത്, UPI ഇടപാടുകൾ വഴിയാണോ അല്ലെങ്കിൽ പണമായാണോ നൽകിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതെല്ലാം വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. നിലവിൽ പോലീസ് നടത്തുന്ന ഈ പരിശോധന കൊണ്ട് മാത്രം അത് സാധ്യമാകില്ല. പ്രതിയുടെ പേരിലുള്ള അക്കൗണ്ടിൽ നിന്ന് പണം കൈമാറിയിട്ടുണ്ടോ, മറ്റാരുടെയെങ്കിലും അക്കൗണ്ടിൽ നിന്ന് പണം കൈമാറിയിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഫോൺ രേഖകൾ പരിശോധിക്കുക എന്നുള്ളത്. എത്ര നമ്പർ ഇവർ ഉപയോഗിക്കുന്നുണ്ട്, ഏതൊക്കെ നമ്പർ ഉപയോഗിച്ചാണ് ഈ മയക്കുമരുന്ന് കടത്ത് സംഘവുമായി ഇവർ ബന്ധപ്പെട്ടത്, അത് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോം വഴിയാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്നാൽ കൃത്യമായി ഇത്തരം പരിശോധനകൾ നടന്നില്ല എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സാധാരണ ഒരു മയക്കുമരുന്ന് കേസ് എന്ന നിലയിൽ മാത്രമാണ് ഇത്
കൈകാര്യം ചെയ്യുന്നത്. അതിനപ്പുറത്ത് ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ള ഒരു പ്രതികൾ ഉൾപ്പെട്ട ഒരു കേസാണ്. രാഷ്ട്രീയം മറയാക്കി മയക്കുമരുന്ന് കടത്ത് മൊത്തക്കച്ചവടം കേരളത്തിൽ നടത്തിയ ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഗൗരവത്തോടു കൂടി ഈ കേസിനെ സമീപിക്കേണ്ടതുണ്ട് എന്നൊരു ആവശ്യം ആദ്യം ഘട്ടം മുതൽ ഉയർന്നു വരുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. കാരണം നമുക്കറിയാം, മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി ഏറ്റവും അടുപ്പക്കാരായ ആളുകളെ പോലെ മുഹമ്മദ് ഹുസൈനും സലാമും എല്ലാം ഇടപെടുന്നതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് കോൺഗ്രസ് നേതാക്കൾ, മുസ്ലിം ലീഗ് നേതാക്കളുമായി എല്ലാം ബന്ധപ്പെട്ട് ഇവർ അടുത്തിടപെടുന്ന ദൃശ്യങ്ങൾ എല്ലായിടത്തും നമ്മൾ കാണുന്നതാണ്. മറ്റൊന്ന്, ഈ ലഹരിയുടെ ഉറവിടം കണ്ടെത്തിയോ എന്നുള്ളതാണ്. ലഹരിയുടെ ഉറവിടം കണ്ടെത്തുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇവർക്ക് എവിടെ നിന്നാണ് ഇത്തരം ലഹരി എത്തുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത പറയണം. ഇപ്പോൾ പോലീസ് പറയുന്നത് കാസർഗോഡ് സ്വദേശിയായ മുഹമ്മദ് സാബിറാണ് ഇവർക്ക് ലഹരി എത്തിക്കുന്നതിൽ പ്രധാന കണ്ണിയെന്നാണ്. മുഹമ്മദ് സാബിർ ഒറ്റയ്ക്കാണോ, അതിൽ കൂടുതൽ പേരുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കൈരളി ന്യൂസ് തന്നെ പുറത്തുവിട്ട ഒരു വാർത്തയുണ്ട്. റിയ എന്ന് പറയുന്ന ഒരു ബാംഗ്ലൂർ സ്വദേശിയായ യുവതിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവർക്ക് നിരന്തരം ഈ MDMA കേരളത്തിലേക്ക് വലിയ തോതിൽ എത്തിച്ചത്, അതായത് മൊത്തക്കച്ചവടം നടത്തുന്നതിന് വേണ്ടി MDMA വലിയ അളവിൽ എത്തിച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യമാണ്. റിയയ്ക്ക് പുറമെ 2-3 പേർ കൂടി ഇത്തരം കാരിയർമാരായി ഉണ്ട് എന്ന് പറയുന്നു. ഇത്തരം കാരിയർമാരെ കണ്ടെത്തിയോ എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത്തരം കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം എത്തേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പണത്തിൻ്റെ ഇടപാടുകൾ പറയുമ്പോൾ പണത്തിൻ്റെ ഉറവിടം കണ്ടെത്തേണ്ടതുണ്ട്. ഒന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇവർ യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ്. സോഷ്യൽ മീഡിയ കോർഡിനേറ്ററാണ് മുഹമ്മദ് ഹുസൈൻ. സോഷ്യൽ മീഡിയ കോർഡിനേറ്ററായ ഒരാൾക്ക് ഇത്രത്തോളം പണം, അതായത് ആദ്യ പരിശോധനയിൽ തന്നെ, പ്രാഥമിക പരിശോധനയിൽ തന്നെ കണ്ടെത്തുന്നത് 1/2 കോടിയിലധികം രൂപ മയക്കുമരുന്ന് മൊത്തക്കച്ചവടത്തിനായി ഉപയോഗിച്ചു, മയക്കുമരുന്ന് ബാംഗ്ലൂരുവിൽ നിന്ന് കൊണ്ടുവരാൻ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇവർക്ക് ഇത്രത്തോളം പണം എവിടെ നിന്ന് കിട്ടി, പണം ഇവർക്ക് കൈമാറുന്ന ഏതെങ്കിലും ഉന്നതനുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇവരുടെ സ്വത്തുക്കൾ പരിശോധിക്കണം. കാരണം ഇവർ ഈ മയക്കുമരുന്ന് കച്ചവടം എത്ര കാലമായി തുടങ്ങി, അതിൽ നിന്ന് ഇവർ അനധികൃതമായി സ്വത്തുകൾ സമ്പാദിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. വാഹനങ്ങളും രേഖകളും പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇവർ കൊണ്ടുവന്ന വാഹനം ആരുടേതാണ്, അല്ലെങ്കിൽ ഇവർക്ക് ഭൂമി കൂടുതലായിട്ടുണ്ടോ, അത്തരം കാര്യങ്ങൾ പരിശോധിക്കണം. ആരുടെ പേരിലാണ് വാഹനം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ, ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് പോലും തോന്നുന്ന നിരവധി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. അത്തരം പരിശോധനകളിലേക്കൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ള ആളുകൾ അത്തരം ബന്ധങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചോ, ഉന്നതരായ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടോ, ഏതെങ്കിലും തരത്തിൽ അറിഞ്ഞോ അറിയാതെയോ അവർ ഇതിൻ്റെ പങ്കാളികളാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ പല കേസുകളിലും, ചെറിയ കേസുകളിലടക്കം ഈ ദേശീയ അന്വേഷണ ഏജൻസികൾ വരുന്നത് നമ്മൾ കണ്ടതാണ്. ഒരു ഉദാഹരണം നമുക്ക് പറയാം. ബിനീഷ് കോടിയേരിയുടെ ഒരു കേസുമായി ബന്ധപ്പെട്ട് എങ്ങോ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന ഒരാൾക്ക്, പിടിയിലായ ഒരാളുമായി സാമ്പത്തിക ഇടപാട് നടത്തിയെന്നതിൻ്റെ പേരിൽ 1 വർഷത്തോളം ജയിലിൽ കിടക്കേണ്ടി വന്നു. പിന്നീട് തെളിവില്ല എന്ന് പറഞ്ഞ് പുറത്തുവിടുന്ന ഒരു സാഹചര്യവുമുണ്ടായി. പക്ഷേ നമ്മളിവിടെ കാണേണ്ടത്, ദേശീയ അന്വേഷണ ഏജൻസികൾ ഒന്നും തന്നെ ഇത്തരം കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് വരുന്നില്ല എന്നുള്ളതാണ്. അത്തരം പരിശോധനകളിലേക്കും കടക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരം പരിശോധനകൾക്ക് വേണ്ടി വിവരങ്ങൾ കേരള പോലീസ് കൈമാറുന്നില്ല എന്നുള്ളതാണ്. സാധാരണ നിലയിൽ ഒരു മയക്കുമരുന്ന് പിടികൂടുന്ന ഒരു കേസ് മാത്രമായി ഇപ്പോഴും ഈ കേസ് നിലനിൽക്കുന്നു. വലിയ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് 4 പ്രതികളെയും കസ്റ്റഡിയിലെടുത്തത്. ഈ കസ്റ്റഡിയിലെടുത്ത പ്രതികളിൽ നിന്ന് എത്രത്തോളം വിവരങ്ങൾ ലഭിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നും നാളെയും കൂടി പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഈ 4 പ്രതികളുമുണ്ട്. അവർ അന്വേഷണവുമായി സഹകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കണ്ടതാണ്, കോൺഗ്രസ് ഇവരുമായി യാതൊരു ബന്ധമില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ നിഷേധിക്കുമ്പോഴും കാസർഗോട്ടെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് സാജിദാണ് പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത്. ഈ സാജിദുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ്, സാജിദുമായി സംസാരിച്ച ശേഷമാണ് പ്രതികൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് യാതൊരു ബന്ധമില്ല, കേസിൽ തങ്ങളെ കുടുക്കിയതാണ് എന്നുൾപ്പെടെയുള്ള വെളിപ്പെടുത്തൽ നടത്തിയത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ആദ്യം പിടികൂടിയ സമയത്ത് പോലീസിനോട് എല്ലാ കാര്യങ്ങളും സമ്മതിച്ച പ്രതികൾ ഇപ്പോൾ ഈ കോൺഗ്രസ് നേതാവായ അഭിഭാഷകനുമായി സംസാരിച്ച ശേഷം എല്ലാ കാര്യങ്ങളും മാറ്റിപ്പറയുകയാണ്. തങ്ങൾക്കിതുമായി യാതൊരു ബന്ധമില്ല, തങ്ങളെ കുടുക്കിയതാണ് എന്ന് പറയുകയാണ്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കണ്ടത്, മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആരും നിഷേധിക്കാൻ പ്രതികൾ തയ്യാറായില്ല. ഉണ്ടോ
ഇല്ലയോ എന്ന് അവർ പറഞ്ഞില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പ്രതികൾ 4 പേർ പോലീസ് കസ്റ്റഡിയിലാണ്. 5-ാം പ്രതി കഴിഞ്ഞ ദിവസമാണ് പിടിയിലായത്. ഈ കേസുമായി ബന്ധപ്പെട്ട് കേരളീയ സമൂഹം, മലയാളികൾ ഒന്നാകെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് ഇപ്പോൾ. എന്തൊക്കെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ ഈ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഏതായാലും പ്രതികൾ ചോദ്യം ചെയ്യുമ്പോൾ സഹകരിക്കാനുള്ള സാധ്യത കുറവാണ്. എത്രത്തോളം വിവരങ്ങൾ അവർക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. സിന്ദൂരി. ശരി സിജു.